പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിടത്തൊരിടത്ത് ഒരു നടി ഒരു സുപ്രഭാതത്തിൽ വെളിയൊരു വെടി പൊട്ടിക്കുന്നു. ഒരു MLA പീഡനവീരനാണ്, വലിയ പ്രശ്നക്കാരനാണ്, അയാൾ നാട് നീളെ നടന്ന് പീഡിപ്പിക്കുന്നവനാണ് എന്ന രീതിയിൽ അത് പിന്നെ വളർന്ന് ആ MLA പലർക്കും ഗർഭമുണ്ടാക്കി കൊടുത്തെന്നും അങ്ങനെ ഗർഭഛിദ്രം നടത്തി എന്നും വരെ എത്തി നിൽക്കുന്നു. അങ്ങനെ കുറച്ച് വോയിസുകൾ പുറത്തു വരുന്നു, പല കാര്യങ്ങളും പുറത്തു വരുന്നു. വന്നതിന് ശേഷം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഈ MLA തൽക്കാലം മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് നാല് വഴിക്കുന്നും വളഞ്ഞിട്ടടിച്ച് മാനസികമായും ഒക്കെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു വിഭാഗം. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ പരാതിക്കാരില്ലാതെ സർക്കാർ തന്നെ, സംവിധാനം തന്നെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു പരാതിക്കാരോ ഒരു മൊഴിയോ കിട്ടാതെ എടുത്ത കേസ് വെറുതെയായി ആകെ എന്ന് പറഞ്ഞാൽ സർക്കാർ തുമ്പില്ലാത്തൊരവസ്ഥ എത്തി. ജനമാകട്ടെ ഈ ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനായ MLA-ക്കൊപ്പം നിന്ന് ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ന്യായമായും ഒരു ചോദ്യമുണ്ട്, ആ നടി എന്തിനാണ് പേര് പറയാതെ അത്തരത്തിലൊരു വെടി പൊട്ടിച്ചത് എന്ന്. അത്തരത്തിലൊരു വെടി ആ നടി പൊട്ടിച്ചത് തനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണം, കാര്യം സിനിമയിൽ വലിയ അവസരം ഉണ്ടാവില്ല, ഉദ്ഘാടനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവിടെ മറ്റുള്ളവരൊക്കെ നടക്കുന്നത് പോലെയൊക്കെ നടന്നു നോക്കിയിട്ടും ബോബി ചെമ്മണ്ണൂർ പോലും ഒന്ന് വിളിക്കുന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് ഇനി രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാം എന്ന് കരുതി CPM-ന്റെ സഹായം കിട്ടും എന്ന് കരുതിയിട്ട് ഒരു വെടി പൊട്ടിച്ചതാണ് എന്നാണ് ആദ്യം തോന്നിയത്. പിന്നീട് ഒരു കാര്യം മനസ്സിലായത് CPM-ന്റെ വത്സല പുത്രി തന്നെയാണ്, പക്ഷെ വാത്സല്യം പകരാനായി VD സതീശനെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. VD സതീശൻ ഒരു വത്സല പുത്രിയായി കൊണ്ടു നടന്നു. അതിനുശേഷം ഇപ്പോ CPM ആ നടിയെ സ്വാഗതം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരനെ ക്രൂശിക്കാൻ വേണ്ടി ആരൊക്കെയാണ് പിന്നാമ്പുറത്ത് കളിച്ചത് എന്നും കൂടി വ്യക്തമാവും. ആരൊക്കെയാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് എന്നും കൂടി നോക്കിയാൽ മതി. ആരൊക്കെയാണ് സ്വാഗതം ചെയ്തതെന്ന് നോക്കിയാൽ മതി. ഇതൊരു ആസൂത്രിതമായ കളിയായിരുന്നു, വളരെ വളരെ ആസൂത്രിതമായ കളി. എനിക്കൊരു ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, നടിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ നേരെ അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പോരെ. ഇനി VD സതീശന്റെ വത്സലപുത്രിയായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയം പറ്റില്ല, CPM രാഷ്ട്രീയമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ആ CPM-നോട് ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പോരെ. എന്തിനാണ് ഒരു പാവം ഒരു ചെറുപ്പക്കാരന്റെ എന്താ പറയാ ചുറ്റുപാട് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഇമാതിരിയുള്ള പണിക്കിറങ്ങിയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നേരെ അങ്ങ് പോയാൽ പോരെ. ഒരുപക്ഷെ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാവാൻ വേണ്ടി എന്നാൽ ഒരുത്തന്റെ ഭാവി തൊലച്ചിട്ട്, ഒരുത്തന്റെ ജീവിതം തൊലച്ചിട്ട് അങ്ങ് ഇറങ്ങി ചെന്നേക്കാം എന്ന് കരുതിയിട്ട് ആ ഒരു വെടിമരുന്ന് കൊണ്ട് ആണോ? ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതൊരു ഗൂഢാലോചനയാണെന്ന് ആദ്യം തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇതൊരു ഗൂഢാലോചന തന്നെയായിരുന്നു. ഇപ്പോ അവസാനം എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങ്, അത് മഹിളകൾ മാത്രം നടത്തിയിട്ടുള്ള ഒരു ചടങ്ങിൽ ഈ പറയുന്ന നടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് CPM-ന്റെ പ്രമുഖ വനിതാ നേതാക്കൾ സംസാരിക്കുമ്പോൾ അതിൽ ചിലരൊക്കെ അതിന് പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ അവർ സ്വാഗതം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനു മുമ്പേ പലതും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരച്ചു വെക്കാൻ ചുക്കാൻ പിടിച്ചവരാണ് ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിത്രം പൂർത്തിയാക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ കരുവാക്കിക്കൊണ്ട് നടിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരിക സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഒരു ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരിക. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. BJP-യിൽ നിന്ന് ഈ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് സന്ദീപ് വാര്യർ. ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്, അത് BJP-യിൽ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനാണ് നേരെ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹൈപ്പ് ഉണ്ടാവില്ല. സന്ദീപ് വാര്യർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടായി, ആ പാർട്ടിയിൽ ഒരു സ്ഥാനമുണ്ടായി, ഒരു നിലയും വിലയും ഉണ്ടായി, പലരും സ്വീകരിക്കുകയൊക്കെ ചെയ്തു, അതൊക്കെ ഉണ്ടായി. സന്ദീപ് വാര്യർ എന്നാൽ കോൺഗ്രസിലെ ഇന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു നേതാവായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഒരു ലോക്കൽ മെമ്പറായിട്ട് എങ്ങനെ CPM-ലേക്ക് കയറി വരും? അടുത്ത ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിത്വം വേണമെന്ന് വെച്ചാൽ നടക്കൂലല്ലോ. പറ്റുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്ന് മത്സരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നടക്കൂലല്ലോ. അതിന് അത്തരത്തിൽ ഒരു ഓളമുണ്ടാക്കി ഇയാളൊരു മോശക്കാരനെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിവാദ നായികയായി മാറണം. അത്തരത്തിലുള്ളൊരു വിവാദ നായികയായി മാറിയതിന് ശേഷം പെതിയെ CPM-ലേക്ക് അനുഭവം കാണിച്ചു കഴിഞ്ഞാൽ VD സതീശൻ ആയിക്കോട്ടെ പൊയ്ക്കോളൂ, ആശ്രിത വത്സലയല്ലേ അനുഗ്രഹിച്ചു വിട്ടേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ CPM-ലേക്ക് പറഞ്ഞുവിടും. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ ചാനലിൽ തുടക്കം മുതൽ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ VD സതീശന് പങ്കുണ്ടോ എന്ന് സംശയിക്കണോ? കാരണം അദ്ദേഹമാണ് രാഹുലിനെ ഒതുക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തത്. അദ്ദേഹമാണല്ലോ പ്രതിപക്ഷ നേതാവ്. വളരെ പെട്ടെന്ന് നടപടിയെടുത്തതും ശക്തമായ നിലപാട് കൊണ്ട് ഉറച്ചു നിന്നതും അദ്ദേഹമാണ്. അല്ലെങ്കിൽ മറ്റേത് നേതാവായിരുന്നെങ്കിലും അത് CPM തന്നെ അതിന് മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് വരട്ടെ, ഒരു പരാതി വരട്ടെ, ഒരു തെളിവ് വരട്ടെ, ഒരു FIR വരട്ടെ, ഒരു കേസ് വരട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വരട്ടെ.
വന്നിട്ട് നടപടി എടുക്കാം. അല്ലാതെ വെറുതെ ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് എന്തെങ്കിലും പറയുന്നത് കൊണ്ട് ഒരു നടപടി എടുക്കണ്ട, നിലപാടെടുക്കണ്ട എന്ന് ചിന്തിക്കുന്നതിന് പകരം കേട്ട പാതി കേൾക്കാത്ത പാതി കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വം പിന്നെ റദ്ദാക്കി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അതിനു മുമ്പ് അയാളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ഒരൊറ്റ തട്ടി മൂലയിലേക്ക്, അയാളുടെ സ്വന്തം വീട്ടിന്റെ അടൂര വീട്ടിലേക്ക് മൂലയിലേക്ക് അങ്ങോട്ട് ഒതുക്കിയിടുന്നു. ഇതന്നെയല്ലേ കണ്ടത്. അപ്പോ ഇത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ വത്സല ശിക്ഷയുടെ പരാതി കിട്ടിയത് കൊണ്ടാണോ? ആ വത്സല ശിക്ഷ ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു, ആരാണ് സ്വാഗതം ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഓണം ഉണ്ടതിന് ഒരു തെളിവ് വരെയല്ലേ? എന്തിനാണ് ഇവർ രണ്ടുപേരും കൂടെ ഓണം? ഒരേ ഇലയിൽ വിശാലമായ സദ്യ ഉണ്ടാകുന്നപ്പോ മനസ്സിലാകുന്നില്ലേ? ആണ്, എല്ലാം ഒന്നാണ്. അതായത് മൂന്നാം പിണറായി സർക്കാർ ഉറപ്പാണ്. അന്നും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി ഇവിടെ ഇങ്ങനെ ഇരിക്കും. സാമ്പത്തികമില്ലാതെ ഇനിയിപ്പോ കോൺഗ്രസിന് കിട്ടിയിട്ട് കാര്യമില്ല. മൂന്നാം പിണറായി സർക്കാർ റെക്കോർഡ് വരട്ടെ, അതോടുകൂടി CPM ഒതുങ്ങിക്കോളും. അത് കഴിയുമ്പോൾ കോൺഗ്രസിന് വരാമെന്നായിരിക്കും കരുതിയിട്ടുണ്ടാകുക. ഏതായാലും ഈ നാടകം മുഴുവൻ കളിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇങ്ങനെ കുരുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് കുറച്ച് കടന്ന കൈയായി പോയി. നടിയടക്കമുള്ള മറ്റു മുഴുവൻ ആൾക്കാരും അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ മോഹമോ മറ്റെന്തെങ്കിലും സ്ഥാനമോഹമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് കുളമാക്കുന്ന ഒരു സ്ഥാനത്ത് തന്റെ കഴിവും തന്റെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് കയറി വരാണെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരുത്തനെ കുടുക്കി, ഒരുത്തനെ ചീത്തപ്പേര് കേൾപ്പിച്ച് ഒരു കഥയുണ്ടാക്കി. ഈ കേരളത്തിലെ ജനത്തിന് അത് എളുപ്പം മനസ്സിലായത് കൊണ്ട് ഉമ്മൻചാണ്ടി എന്ന സാത്വികനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുരുക്കി അയാളെ നക്ഷത്രക്കാൽ എണിച്ച് അകാലത്തിൽ അയാളെ കൊലയ്ക്ക് കൊടുത്ത ആ ഒരു സംഭവം കേരള ജനത പെട്ടെന്ന് ഓർത്തത് കൊണ്ട്, സാധാരണ കേരള ജനത പെട്ടെന്ന് മറക്കുന്നതാണ്, പക്ഷെ ഈ സംഭവം വളരെ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത്. ജനലക്ഷങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നത്. ഒരുപക്ഷെ വി.ഡി. സതീശൻ അടക്കമുള്ള CPM അടക്കമുള്ള ഈ നടി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ഒരുപക്ഷെ അത് ചിന്തിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഈ കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. അവിടെയാണ് തെറ്റിപ്പോയത്. ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങ്, ആ ചടങ്ങ് കൊണ്ട് മനസ്സിലാകുന്നത് ആ നടിക്ക് രാഷ്ട്രീയ പ്രവേശനം നൽകാൻ, അതിനൊരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി ഒരുത്തന്റെ ജീവിതം തുലയ്ക്കുക, എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവന് എതിരെ തന്നെ നിന്ന് മത്സരിച്ചുകൊണ്ട് കരുത്ത് കാണിക്കുക. ജയിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ, ഇല്ലേ? സിനിമയിലോ സ്ഥാനമില്ല, ഇനി നമുക്കൊരു രാഷ്ട്രീയത്തിലെങ്കിലും ഒരു കൈ നോക്കാം എന്ന് കരുതിയിട്ടുണ്ടാവും. അങ്ങനെ കരുതിയിട്ടല്ലേ? ഏതായാലും മോശമായി പോയി, വളരെ വളരെ മോശമായി പോയി. പണ്ട് ശങ്കരാടി പറഞ്ഞിരുന്നത് പോലെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ മേലെ വല്ല പീഡന കേസോ ഏതെങ്കിലും ഒരു പെണ്ണ് കേസോ എടുത്ത് വെച്ചു കൊടുത്തുകൊണ്ട് അവനെ താറടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശത്രു ഇല്ലാതായിക്കൊള്ളുമെന്ന തത്വം ഉണ്ടല്ലോ, 2025 ഇറക്കി വെക്കുന്നത് എന്തായാലും വളരെ മോശമായി പോയി. അതിനൊരു നടിയെ തന്നെ എടുത്തുപയോഗിച്ചത് അങ്ങേയറ്റം മിളച്ചമായി പോയി. Different angles. Don't forget to subscribe and support this channel.